ഇസ്രായേലിനെ വേണ്ട പോലെ മെരുക്കാൻ കഴിയാതെ ഇറാൻ അമേരിക്ക സമാധാന കരാർ അനിശ്ചിതത്തിൽ കഴിയുമ്പോഴാണ് ഇപ്പോൾ ട്രംപ് മറ്റൊരു പുലിവാല് കൂടി പിടിച്ചിരിക്കുന്നത്. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയും വളരെ പ്രശസ്തിയുമായിട്ടുള്ള ജോർജി മെലോനിയുമായിട്ടുണ്ടായ വിവാദം ഇപ്പോൾ ഈ US ഇറാൻ യുദ്ധത്തോടൊപ്പം തന്നെ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞത് തൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി കെഞ്ചുകയായിരുന്നു, യാചിക്കുകയായിരുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഒരു ടെലിവിഷൻ ചാനലിനോട് ട്രംപ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടില്ലെന്നും ഇത് ട്രംപിൻ്റെ പുതിയ കണ്ടുപിടുത്തമാണെന്നും കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടുമാണ് ഇതിന് ചുട്ട മറുപടിയുമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി രംഗത്ത് വന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്നതാണ്. കാരണം G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിലെത്തിയ ജോർജി മെലോനിയോട്, ഇറ്റലിയുടെ വനിതാ പ്രധാനമന്ത്രിയോട് തയ്യിപ്പ് എർദോഗാൻ ചോദിച്ചു, അദ്ദേഹം തുർക്കിയുടെ പ്രസിഡൻ്റാണ്, ചോദിച്ചു, താങ്കൾ പുകവലിക്കുന്നത് നിർത്തിയോ? ഞാൻ മെയ് 1 മുതൽ നിർത്തി, അത് നിർത്താനും അത് ആരോഗ്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞത് തുർക്കി പ്രസിഡൻ്റാണ്. ഒപ്പം തന്നെ ജോർജി മെലോനിക്ക് മെലോഡി എന്ന മധുരം മിഠായി നൽകിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും സുഹൃത്തുമായ നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയും ജോർജി മെലോനിയും ഒരുമിച്ച് ചിത്രമെടുത്തതിൻ്റെ സെൽഫി എടുത്തതിൻ്റെതൊക്കെ വലിയ വൈറലായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും അതുപോലെ തന്നെ തുർക്കി പ്രസിഡൻറ്റുമായും യൂറോപ്യൻ നേതാക്കളുമായിട്ടൊക്കെ വലിയ സൗഹൃദം പുലർത്തുന്ന വനിതാ നേതാവാണ് ജോർജി മെലോനി. എപ്പോഴും ഒരു പ്രോഗ്രസീവായിട്ട് ഒരു ക്ലാസിക് ലുക്കും ചിരിയും ഒക്കെ ആയിട്ട് എല്ലാവരോടും നന്നായി പെരുമാറുന്ന ജോർജി മെലോനിയുടെ, എല്ലാവരുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ജോർജി മെലോനിയോ എന്തോ ട്രംപിന് അടുത്ത കാലത്ത് ഇഷ്ടമല്ല. നേരത്തെ ജോർജി മെലോനി ട്രംപിൻ്റെ വലിയ ആരാധികയായിട്ടാണ് കരുതപ്പെട്ടിരുന്നതെന്ന് മാത്രമല്ല ട്രംപിനെ അനുകൂലിച്ച് ഒരുപാട് സംസാരിക്കുകയും ചെയ്തതാണ്. എവിടെയാണ് ഡൊണാൾഡ് ട്രംപും ജോർജി മെലോനിയും തമ്മിൽ തെറ്റിയതെന്നറിയില്ല. ഒരുപക്ഷെ ഇതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കാം. പക്ഷെ അത് രണ്ട് രാഷ്ട്ര തലവന്മാരും അല്ലെങ്കിൽ തലൈവിമാരും ആവുമ്പോൾ അതിന് ഒരു നയതന്ത്ര ബന്ധത്തിൽ തന്നെ വലിയ സ്വാധീനം ചെലുത്തുന്ന തരത്തിലേക്ക് പോകുന്നു. കാരണം രാജ്യത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ വിചാരങ്ങളും അവരുടെ നിലപാടുകളും രാജ്യത്തിൻ്റെ തന്നെ നിലപാടിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ എന്തായാലും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി മെലോനി അപമാനിക്കപ്പെട്ടു എന്ന നിലയിൽ അതിശക്തമായി ട്രംപിനെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. ട്രംപ് എന്താണ് വിളിച്ചു പറയുന്നത്? കൂടെ നിൽക്കുന്ന സഖ്യകക്ഷികളെയൊക്കെ അല്ലെങ്കിലും തള്ളിപ്പറയുന്നത് ട്രംപിൻ്റെ ഒരു നയമാണ്. ഒരു ഫോട്ടോ എടുക്കാൻ ട്രംപിനോട് ഞാൻ എന്തിനാണ് പോയി യാചിക്കുന്നത്, കെഞ്ചുന്നത്? അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ ചോദിച്ചിട്ടുമില്ല. ഇത് ട്രംപ് ഉണ്ടാക്കി പറയുന്നൊരു കെട്ടുകഥയാണ് എന്നാണ് അവർ തിരിച്ചടിച്ചത്. അതിന് ഉടൻ നടപടിയും ഉണ്ടായി എന്ന് മാത്രമല്ല, അമേരിക്ക സന്ദർശിക്കാനിരുന്ന ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അവരുടെ യാത്ര റദ്ദാക്കി. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോവുമായിട്ട് അവർ ചർച്ച നടത്താനിരിക്കുകയായിരുന്നു അമേരിക്കയിൽ. പക്ഷേ ട്രംപിൻ്റെ ഈ നിലപാടിനെ തുടർന്ന് ആ യാത്രയും സന്ദർശനവും ഒഴിവായി എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇറ്റലിയും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും വഷളായിരിക്കുന്നു. ഈ പല രാജ്യക്കാരെയും പിണക്കുന്ന കാര്യത്തിൽ ട്രംപ് ഇന്ന് മാത്രമല്ല നേരത്തെയും വളരെ പ്രസിദ്ധനാണ്. കാരണം തൊട്ടടുത്ത് കിടന്ന വളരെ സുഹൃത്ത് രാജ്യമായ കാനഡയെ പിണക്കിയെന്ന് മാത്രമല്ല, കാനഡയെ അമേരിക്കയോട് ചേർത്ത് 51ാം സംസ്ഥാനമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ട്രംപിനെ അനുകൂലിക്കുന്ന യാഥാസ്ഥിക പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി അവിടെ വിജയിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ട്രംപിൻ്റെ പ്രസ്താവന കാനഡയിലെ ജനങ്ങളെ വല്ലാതെ ക്ഷുഭിതരാക്കി. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ ലിബറൽ പാർട്ടി തോൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ ജസ്റ്റിൻ ട്രൂഡോ മാറി അവിടെ മാർക്ക് കാർണി എന്ന കുറച്ചും കൂടി പ്രായോഗികവാദിയായിട്ടുള്ള പ്രധാനമന്ത്രി വന്നു. മാർക്ക് കാർണിയുടെ നേതൃത്വത്തിൽ തോൽക്കുമെന്ന് വിചാരിച്ചിരുന്ന പാർട്ടി ഈ ട്രംപിൻ്റെ നിലപാട് കാരണം കാനഡയിൽ വിജയിച്ചു കയറി. ഇപ്പോൾ ട്രംപിനെ ശക്തമായി എതിർക്കുന്നവരുടെ കൂട്ടത്തിൽ മാർക്ക് കാർണിയുണ്ട്. മെക്സിക്കോയെ പിണക്കി.
യൂറോപ്യൻ രാജ്യങ്ങൾ മിക്കവാറും രാജ്യങ്ങളൊക്കെ പണക്കിരിക്കുകയാണ്. ഇപ്പോൾ തിരിച്ച് G7 ഉച്ചകോടിയിൽ പോയി ട്രംപ് യുക്രൈൻ യുദ്ധത്തിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളോട് ചേർന്നുള്ള നിലപാടിലേക്കൊക്കെ മാറിയതാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇറ്റാലിയൻ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന പേരിൽ കാര്യങ്ങൾ വഷളായിരിക്കുന്നത്. അപ്പോൾ അത് ഇറ്റലിയുടെ കാര്യം. എന്തായാലും ഉക്രൈൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളോടൊപ്പമാണ് ട്രംപ് എന്ന് പറയുന്നു. എന്തായാലും ട്രംപിനെ ഈ മെലോനിയുടെ കാര്യം ഒരു വ്യക്തിപരമായ പരാമർശത്തിൻ്റെ പേരിലാണെങ്കിൽ ഇറാന് നൽകിയ ഒരു വലിയ ഉറപ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് നൽകുന്നതാണ്. ലെബനോനിലെ യുദ്ധം ഞങ്ങൾ നിർത്തിത്തരാം, ഇസ്രായേൽ ഞാൻ പറയുന്നതേ കേൾക്കുള്ളൂ എന്ന് പറഞ്ഞാണ് ട്രംപ് ഇറാനെ കൊണ്ട് സമാധാന കരാറിൽ ഒപ്പുവെപ്പിച്ചത്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും ഫ്രാൻസിലെ വേഴ്സായിൽ കൊട്ടാരത്തിലിരുന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലക്ട്രോണിക് ഒപ്പാണ് ഇട്ടത്. അതോടെ സമാധാന കരാർ നിലവിൽ വന്നുവെന്നാണ് വെപ്പ്. തുടർന്ന് സ്വിറ്റ്സർലൻഡിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ തന്നെ ഇറാൻ്റെ സ്പീക്കർ മുഹമ്മദ് ഖലിബാഫും അവർ ഒരുമിച്ച് ഒപ്പിടുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവസാന നിമിഷം ഇതൊക്കെ നടക്കുന്നതിനിടയിൽ വില്ലനായി ഇസ്രായേലും ഹെസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടി. ഹെസ്ബുള്ള ഇസ്രായേലിൻ്റെ 4 സൈനികരെ വധിച്ചു തെക്കൻ ലെബനനിൽ. ഇസ്രായേൽ സേന തെക്കൻ ലെബനനിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രതികാരമായി ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നിരവധി പേരെ 50-ലേറെ പേരെ ഇന്നലെ രാത്രി തന്നെ വ്യോമാക്രമണത്തിലും ഷെല്ലുകളിട്ടും ഡ്രോണുകൾ അയച്ചും 50ഓളം പേരെ ലെബനോനിൽ കൊലപ്പെടുത്തി ഇസ്രായേൽ. അത് കൂട്ടക്കൊല നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ അതിശക്തി ഇങ്ങനെയാണെങ്കിൽ സമാധാന കരാർ മുന്നോട്ട് പോവില്ലെന്ന് ഇറാൻ്റെ അന്ത്യശാസനം വന്നു. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനായിയുടെ മകൻ മൊയ്ത്തബ ഖമനായി തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ നമുക്ക് ശത്രുവിനെ വിശ്വസിക്കാനാവില്ല. ഈ നിയമങ്ങൾ മുഴുവൻ എഴുതുമ്പോൾ കൃത്യമായ ക്ലാരിറ്റിയോടെ വേണം, കൃത്യതയോടെ ആധികാരികമായിട്ടുള്ള രേഖകളാണ് വേണ്ടത്. 14 പോയിന്റുകൾ എഴുതി വെച്ചാൽ അതുകൊണ്ട് മാത്രം നടക്കില്ല. അമേരിക്ക ഒരു പരിധി വിട്ട് വിശ്വസിക്കാനാവില്ല. ഇത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ നൽകിയ ഉറപ്പ് പ്രകാരമാണ് താൻ ഇതിന് അനുമതി നൽകുന്നതെന്ന് പറഞ്ഞ് ഏതാണ്ട് അല്പം കൈ കഴുകി മാറി നിൽക്കുകയാണ് ഇറാൻ്റെ പരമോന്നത നേതാവ്. അപ്പോൾ ഈ സമാധാന കരാർ ഏതാണ്ട് വെള്ളത്തിലാവുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ പരക്കുന്നുണ്ട്. അതിനിടയിൽ ലെബനോനിൽ നിന്ന് 2 തരം വാർത്തകളും വരുന്നുണ്ട്. ഒന്ന്, ഇന്നലെ രാത്രി ആക്രമിച്ച 50 പേർ കൊലപ്പെടുത്തിയതോടെ ഇസ്രായേൽ അതുപോലെ തന്നെ ഹെസ്ബുള്ള അവർ നേരത്തെ വെടിനിർത്തൽ ഇന്ന് പുലർച്ചെ മുതൽ പ്രഖ്യാപിച്ചതാണ്. വെടിനിർത്തൽ ഇല്ലാതായി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അതിനുശേഷം ഇസ്രായേൽ വീണ്ടും കയറി അവിടുത്തെ അപ്പാർട്ട്മെൻറ്റുകളിൽ ആക്രമണം നടത്തി. ഇന്ന് രാവിലെ 5 പേർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഗസയിലും കയറി ഇസ്രായേൽ ആക്രമിച്ചു. അവിടെ ഒരു പിതാവും 2 കുട്ടികളും അടക്കം 3 പേർ കൊല്ലപ്പെട്ടു ഗസയിൽ. 2 വർഷമായി അമേരിക്ക ഉണ്ടായിരിക്കുകയായിരുന്നു. ഇസ്രായേൽ ആക്രമണം നടത്തി 73,000-ലേറെ പേരാണ് ഇതിനകം 2 വർഷം കൊണ്ട് അവിടെ കൊല്ലപ്പെട്ടത്. ലെബനോണിലാണെങ്കിൽ ഈ മണിക്കൂറുകളിലെ കൊലപാതകങ്ങൾ കൂടിയാവുമ്പോൾ ഏതാണ്ട് 4,000-ഓളം പേർ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം ഉയർത്തുന്നത് ഈ പശ്ചിമേഷ്യയിലെ സമാധാന കരാർ എവിടം വരെ പോകും. ആകെയുള്ളൊരു ആശ്വാസം ഹോർമോസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. വളരെ വലിയതിലല്ലെങ്കിലും എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്ക് 40ഓളം കപ്പലുകൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആകെയുള്ള ആശ്വാസം. കാരണം ഹോർമോസ് കടലിടുക്ക് ഇറാൻ തടഞ്ഞു വെച്ചതോടെയാണ് വല്ലാത്ത രീതിയിൽ എണ്ണ നീക്കം തടസ്സപ്പെട്ടതും പാചകവാതകത്തിനും പെട്രോളിനും ഡീസലിനും ഒക്കെ ക്ഷാമം നേരിടുകയും വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്തത്. അത് $130 വരെയൊക്കെ ബാരലിനെത്തി. ഇപ്പോൾ അത് $78-75 കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ആശ്വാസമുണ്ട്. അതുകൊണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ രാജ്യങ്ങൾ ഉയർത്തിയിട്ടുള്ള പെട്രോൾ ഡീസൽ വിലകൾ കുറച്ചിട്ടില്ല. വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉയരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇവിടെ ഉയർത്തുന്നു. പക്ഷേ എണ്ണ വില കുറയുമ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയ്ക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം അതിശക്തിയായിട്ട് നിലനിൽക്കുകയാണ്. പാചകവാതകത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ? പാചകവാതക സിലിണ്ടറുകൾക്ക് സ്കൈ റോക്കറ്റ് പോലെയാണ് വിലക്കയറ്റം കുതിച്ച് വില കയറിയത്. കുടുംബങ്ങളൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില, പെട്രോൾ ഡീസൽ വില വർധനയെ തുടർന്ന് കൂടി. പച്ചക്കറിക്കും മാംസത്തിനും എല്ലാത്തിനും മത്സ്യത്തിനൊക്കെ വില കൂടി.
അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ യുദ്ധം മാറുമ്പോൾ ഇതൊക്കെ വില കുറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകം കാത്തിരിക്കുന്നത്. പക്ഷേ അതിലേക്ക് എത്തുമോ എന്നറിയില്ല. എന്തായാലും ട്രംപിനത് നല്ല കാലമല്ല. കാരണം ട്രംപ് ഇസ്രായേൽ ഞാൻ പറഞ്ഞാൽ അപ്പോൾ വെടിനിർത്തും എന്ന് പറഞ്ഞ് ഇസ്രായേൽ വെടിനിർത്താൻ തയ്യാറാവുന്നില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും വല്ലാതെ അസ്വസ്ഥരും ക്ഷുഭിതരുമാണ്. തങ്ങളെ അവഗണിച്ച് തങ്ങളെ മാറ്റി നിർത്തി ഇറാനും അമേരിക്കയും തമ്മിൽ കരാറുണ്ടാക്കിയതിൽ ഇസ്രായേൽ വല്ലാതെ ചൊടിച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അവിടെ ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പ് വരെയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിൽ ഒരു യുദ്ധം വിജയം ആഘോഷിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരാം, വീണ്ടും പ്രധാനമന്ത്രിയാവാം, തനിക്കെതിരെ സുപ്രീം കോടതിയിലുള്ള കേസുകളൊക്കെ മാറ്റിവെക്കാം, ഇങ്ങനെ പലതും സ്വപ്നം കണ്ടതാണ്. ആ സ്വപ്നങ്ങളൊക്കെ ഒറ്റയടിക്ക് ട്രംപ് തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ അമേരിക്കയുടെ വാദം തിരിച്ചാണ്. ജൂൺ 2025 ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ കൂടെ കൂടി അവിടുത്തെ ആണവ നിലയങ്ങൾ തകർക്കാൻ കൂട്ടുനിന്നത് B-2 ബോംബറുകളുമായി അമേരിക്കയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിലും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്ക് കേട്ട് ഫെബ്രുവരി 28 യുദ്ധത്തിനിറങ്ങിയത് ട്രംപാണ്. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും USS എബ്രഹാം ലിങ്കനും അടക്കം ജെറാൾഡ് ഫോർഡ് എന്ന USS വിമാനവാഹിനി കപ്പലുമൊക്കെ വലിയ രീതിയിൽ ഇസ്രായേലിന് പിന്തുണ നൽകി. ആദ്യത്തെ ദിവസം തന്നെ വലിയ രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചത്. അവിടുത്തെ പ്രൈമറി സ്കൂളിൽ ഇറാനിൽ പോയി ബോംബിട്ടു. 168 പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്ന അവസ്ഥയുണ്ടായി. അത് തന്നെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ എതിർപ്പ് വിളിച്ചു വരുത്തിയതാണ്. അതിനുശേഷം 30,000-ഓ 40,000-ഓ തവണയാണ് ഇറാൻ ആക്രമിക്കപ്പെട്ടത്. ഇറാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തു, കപ്പലുകൾ മുഴുവൻ മുക്കി, അവിടുത്തെ യുദ്ധവിമാനങ്ങൾ മുഴുവൻ തകർത്തിട്ടു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. പക്ഷെ അവിടുത്തെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തുരങ്കങ്ങളിൽ ഒളിച്ചു വെച്ച് അത് വെച്ചാണ് ഗൾഫ് രാജ്യങ്ങളിലെ ബേസുകളിലേക്ക് ഇറാൻ വലിയ ആക്രമണം നടത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് സമ്മർദ്ദ തന്ത്രത്തിൽ വീണാണ് അമേരിക്കൻ പ്രസിഡന്റിന് സമാധാന കരാറിലേക്ക് പോകേണ്ടി വന്നത്. ഇതൊന്നും പ്രതീക്ഷിതല്ല. ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുമെന്നും ഗൾഫ് രാജ്യങ്ങൾ, അത് അമേരിക്കയുടെ സഖ്യകക്ഷികളായിട്ടുള്ള UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ഒമാൻ, ബഹ്റിൻ തുടങ്ങി ഈ രാജ്യങ്ങളിലേക്കൊക്കെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അയക്കുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും അമേരിക്കയുടെ 50,000-ഓളം വരുന്ന സേനയെ വട്ടം കറക്കുന്ന രീതിയിലാണ് ഇറാൻ പ്രതികരിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ സമാധാന കരാർ ഇതിലേക്ക് എത്തിയത്. അപ്പോൾ ട്രംപ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് തലയൂരി പോയാൽ മതി. കാരണം നവംബറിൽ അമേരിക്കയിലും തെരഞ്ഞെടുപ്പാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി തോൽക്കുമെന്ന അവസ്ഥയാണ്. പാർട്ടി തന്നെ രണ്ടായിരിക്കുന്നു. ഒരു വിഭാഗം ട്രംപിനെ പിന്തുണയ്ക്കുമ്പോൾ മറുവിഭാഗം ട്രംപ് ഇറാനിൽ പോയി 12,000-13,000 കിലോമീറ്റർ ദൂരെ പോയി യുദ്ധം നടത്തേണ്ട ഒരു കാര്യവുമില്ലായിരുന്നത് ട്രംപ് വിളിച്ചു വരുത്തിയ അപകടമാണ് എന്നുള്ള രീതിയിലാണ് അമേരിക്കയിലെ ഭൂരിപക്ഷം ജനതയും കരുതുന്നത്. അതുകൊണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ്. അതിനിടയിൽ ട്രംപ് തൻ്റെ നടപടികൾക്കൊന്നും കുറവ് വരുത്തുന്നില്ല. ട്രംപിന് ഇപ്പോൾ ഉപയോഗിക്കുന്ന എയർഫോഴ്സ് 1, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനത്തിൻ്റെ പേർ എയർഫോഴ്സ് 1 എന്നാണ്. എല്ലാ സൗകര്യങ്ങളുമുള്ള ബോയിങ് 747. അത് ഇപ്പോൾ ഇത്തിരി കാലപ്പഴക്കമായി താൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഖത്തറിനോട് പുള്ളി ഒരു വിമാനം ചോദിച്ചു ഗിഫ്റ്റായിട്ട്. സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് വേറെ രാജ്യങ്ങളോട് ഗിഫ്റ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഖത്തർ നല്ല തന്ത്രപ്രധാനമായത് മനസ്സിലാക്കി ട്രംപിന് ഒരു വിമാനം ഖത്തർ കൊടുത്തു. $400 മില്യൺ ആണെന്നാണ് പറയുന്നത്. 400 ദശലക്ഷം ഡോളർ എന്ന് വെച്ചാൽ $40 കോടി. 40 ഇൻറ്റു 96 രൂപ, 40 കോടി ഇൻറ്റു അപ്പോൾ എത്ര വരുമെന്ന് നോക്കിയാൽ മതി. ഏതാണ്ട് 4,000 കോടിയുടെയോ ഒക്കെ അടുത്ത് വരുന്ന ഒരു വലിയ വിമാനം എല്ലാ സൗകര്യങ്ങളോടെ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിനെ ഇവിടെ തിരിച്ചടി നേരിട്ടാലും മെലോണിയായിട്ട് പ്രസിഡന്റായാലും ട്രംപ് ചെയ്തത് ഖത്തർ കൊടുത്ത വിമാനം കുറച്ച് മാസങ്ങളായിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അത് എയർഫോഴ്സ് 1 ആയി കൺവേർട്ട് ചെയ്തു. അതിൽ അമേരിക്കയുടെ ഫ്ലാഗ് വെള്ളയും നീലയും ചുവപ്പൊക്കെയുള്ള നക്ഷത്രങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തു. അതിൻ്റെ കവാടത്തിൽ വന്ന് ട്രംപ് അത് ഉദ്ഘാടനം ചെയ്തതായിട്ട്, അത് തനിക്ക് കിട്ടിയ ഗിഫ്റ്റ് സ്വീകരിച്ചതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ട്രംപ് ഇതിൻ്റെ ഇടയിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ നടുവിൽ
താൻ ലക്ഷൂറിയസ് ആയിട്ട് യാത്ര ചെയ്യുന്ന വിമാനത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി കണ്ട് സംതൃപ്തി പ്രകടിപ്പിച്ചതിൻ്റെ വാർത്തകളൊക്കെ വന്നു. അതിനിടയിൽ അമേരിക്കയിൽ വലിയൊരു സംഭവം നടന്നു. പ്രസിഡൻഷ്യൽ സെൻറ്റർ എന്ന് പറഞ്ഞ് ഒരുപാട് വലിയ ഏക്കർ സ്ഥലത്ത് ചിക്കാഗോയിൽ അമേരിക്കയുടെ മുൻ പ്രസിഡൻ്റായ ബറാക്ക് ഒബാമ, കറുത്ത വംശജനായ ആദ്യത്തെ പ്രസിഡൻ്റാണ് ബറാക്ക് ഒബാമ. 2016 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രസിഡൻറ്റ് 8 വർഷം 2 തവണ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ബറാക്ക് ഒബാമ അമേരിക്കയിൽ വലിയ ആദരിക്കപ്പെടുന്ന പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം ഒരു പ്രസിഡൻഷ്യൽ സെൻറ്റർ ഉദ്ഘാടനം ചെയ്തപ്പോൾ വിളിച്ചത് 3 മുൻ പ്രസിഡന്റുമാരെയാണ്. അത് ട്രംപിൻ്റെ പാർട്ടിക്കാരനായ റിപ്പബ്ലിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷിനെ, അതുപോലെ തന്നെ 2 ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാർ വിളിച്ചു എന്ന് പറയുന്നത് ബറാക്ക് ഒബാമയുടെ പാർട്ടിക്കാർ തന്നെയാണ്. ഒന്ന് ജോ ബൈഡനാണ്, വേറൊന്ന് ബിൽ ക്ലിൻ്റനാണ്. ഇവർ 3 പേരും ബറാക്ക് ഒബാമ പ്രസിഡൻഷ്യൽ സെൻറ്ററിൽ നടത്തിയ പ്രസംഗത്തെ വാനോളം വാഴ്ത്തി. അമേരിക്കയുടെ ജനാധിപത്യം എന്താണെന്ന് ഐതിഹാസികമായി പറഞ്ഞുകൊണ്ടാണ് അവിടെ ട്രംപിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ബറാക്ക് ഒബാമ സംസാരിച്ചത്. ട്രംപിനെ ആ യോഗത്തിൽ നിന്ന് ഒഴിവാക്കി. അടുത്ത കാലത്താണ് ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ളൊരു സെൻറ്ററിൽ നിന്ന് ട്രംപിൻ്റെ പേര് വെട്ടിമാറ്റിയത്. കോടതി തന്നെ ഇടപെട്ട്. അപ്പോൾ ട്രംപിന് അമേരിക്കയിൽ പഴയ പോലെ ഉള്ള സ്വീകാര്യതയില്ല. ഇതൊക്കെ ട്രംപിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് പെട്ടെന്ന് ഇറാനിലെ യുദ്ധം മതിയാക്കി അമേരിക്ക ഫസ്റ്റ് എന്ന തൻ്റെ ഇതിലേക്ക് പോകാൻ പോകുന്നത്. കാരണം അവിടെ വില കൂടിയിരിക്കുകയാണ്. നവംബറിലെ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും ട്രംപിൻ്റെ പാർട്ടിക്ക് വലിയ തിരിച്ചടി വരും. അങ്ങനെ വന്നാൽ ട്രംപിൻ്റെ പ്രസിഡൻഷ്യൽ അധികാരങ്ങൾക്ക് മേൽ US കോൺഗ്രസ് വലിയ മൂക്കയറിടും. അത് ഡെമോക്രാറ്റുകൾക്ക് US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും അതുപോലെ US സെനറ്റിലും ഭൂരിപക്ഷം കിട്ടിയാൽ പിന്നെ ട്രംപിൻ്റെ കാര്യം പറയേണ്ട, ട്രംപിനെ നോക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ JD വാൻസ് തന്നെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാണ്. ട്രംപിൻ്റെ കൂടെ നിന്ന് അടുത്ത പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ട് വരാൻ കുപ്പായം ധരിച്ചിരിക്കുകയായിരുന്നു JD വാൻസ്. JD വാൻസിൻ്റെ ഭാര്യ ഇന്ത്യൻ വംശജയാണ്. എന്തായാലും JD വാൻസ് സ്വിറ്റ്സർലൻഡിലേക്ക് വരാനുള്ള യാത്ര തന്നെ ഇന്നലെ വേണ്ടെന്ന് വെച്ചു. കാരണം ഈ കരാറിൽ ഒപ്പിട്ടാൽ അതിന് അമേരിക്കൻ ജനതയ്ക്കിടയിൽ വലിയ രോഷമുണ്ടാകുമെന്നുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞു. കാരണം ഇറാന് 30,000 കോടിയുടെ ഡെവലപ്മെൻറ്റ് ഫണ്ട് കൊടുക്കാൻ പോകുന്നു. മരവിപ്പിച്ച സ്വത്ത് മുഴുവൻ വിട്ടുകൊടുക്കാൻ പോകുന്നു. ഹോർമോസ് കടലിടുക്കിലൂടെ എല്ലാ കപ്പലുകൾക്കും ഫ്രീ ആയിട്ട് പോകുമായിരുന്നു. ഇനിയിപ്പോൾ 60 ദിവസം സൗജന്യവും, അത് കഴിഞ്ഞാൽ ഫീ ചുമത്തുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ തല കുനിക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിൽ അമേരിക്കൻ മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളൊക്കെ ട്രംപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രംപിന് കാര്യങ്ങൾ അത്ര പന്തിയല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ട്രംപ് ഉക്രൈൻ്റെ കാര്യത്തിലും ഇതുവരെ ഉക്രൈനെ എതിർത്തുകൊണ്ട് റഷ്യയെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ട്രംപ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്മർദ്ദം വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല ജപ്പാനും കാനഡയും ഒക്കെ ഉക്രൈന് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നു. ഇന്ന് തന്നെ ബ്രിട്ടൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് 1.5 ലക്ഷം ഡ്രോണുകളാണ് ബ്രിട്ടൻ കൊടുക്കാൻ പോകുന്നത്. ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഡ്രോണുകൾ എടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത് റഷ്യക്കെതിരെയാണ്. ഇപ്പോൾ തന്നെ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ 100 കണക്കിന് ഡ്രോണുകൾ പറത്തി അവിടുത്തെ റിഫൈനറികളും പലതും തകർത്തുകൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ്റെ തലസ്ഥാനമായ കീവിലേക്ക് റഷ്യയും ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ അവിടെ സമാധാന കരാറിൽ അനിശ്ചിതത്വമുണ്ടെങ്കിലും ലെബനനിലൊഴിച്ച് വേറെ സ്ഥലത്തൊന്നും ആക്രമണം നടക്കുന്നില്ല. ഇറാനിലേക്കോ ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ അമേരിക്കൻ ബേസുകളിലേക്കോ പരസ്പരം ആക്രമണം നടക്കുന്നില്ല. ഇസ്രായേൽ കയറി ലെബനോനിലേക്കും ലെബനോണിൽ നിന്ന് ഹെസ്ബുള്ള വടക്കൻ ഇസ്രായേലിലേക്കും ആക്രമണം നടത്തുന്നത് മാത്രമാണ് ബാക്കി. അതും കൂടി നിന്നാൽ സമാധാനം കൈവരും. പക്ഷെ അതിന് ഇസ്രായേൽ സമ്മതിക്കുമോ? കാരണം ഇസ്രായേലിലെ പ്രതിപക്ഷ കക്ഷികൾ നഫ്താലി ബെന്നറ്റിൻ്റെ നേതൃത്വത്തിൽ എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തോൽപ്പിച്ച് നെസറ്റ് അവിടുത്തെ പാർലമെൻറ്റ് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. അത് ഈ ഒക്ടോബറിൽ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അമേരിക്കയുടെ ഉരുക്കുമുഷ്ടിക്ക് അല്ലെങ്കിൽ ട്രംപിൻ്റെ താല്പര്യത്തിന് വിട്ടുകൊടുത്താൽ ഇസ്രായേലിൽ താൻ തോൽക്കുമെന്ന് അറിയാം നെതന്യാഹുവിന്. അതുകൊണ്ട് നെതന്യാഹു ഇറാൻ അമേരിക്കൻ കരാറിൽ ഒട്ടും തൃപ്തനല്ല, രോഷാകുലനാണ്, ക്ഷുഭിതനാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ കാര്യം തിരിച്ചും വ്യത്യസ്തമാണ്. കാരണം നവംബറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇസ്രായേലിൻ്റെ വാക്ക് കേട്ട് നിന്നാൽ ഇറാൻ യുദ്ധം കുളമായി, അവിടെ അപ്പുറത്ത് തോൽക്കുമെന്ന് ട്രംപിനറിയാം. 2 കൂട്ടരുടെയും താല്പര്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവർ പരസ്പരം പോരടിച്ച് നിൽക്കുന്നു. തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന നെതന്യാഹുവിനെ കുറിച്ച് ട്രംപ് പറയുന്നത് ഇയാൾ
ഈ ഹെസ്ബുള്ളയെ ഒന്നും ഒതുക്കാനുള്ള കഴിവില്ല, സിറിയനെ ഏൽപ്പിക്കും, സിറിയ അക്കാര്യം നിർവഹിച്ചുകൊള്ളും, ഇയാൾ വട്ടനാണ് എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ട്രംപിനെ നേരിട്ട് പേര് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നില്ലെങ്കിലും ട്രംപിൻ്റെ നിലപാടുകളോട് വലിയ എതിർപ്പാണ് ഇസ്രായേലി പ്രധാനമന്ത്രി കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചകളായിട്ട് അവരിത് ഫോണിൽ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ചൂടേറിയ വാഗ്വാദം നടന്നതിൻ്റെ വാർത്തകൾ ഇസ്രായേലി മാധ്യമങ്ങളിൽ മാത്രമല്ല അമേരിക്കൻ മാധ്യമങ്ങളിലും ലോക മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. എന്തായാലും പശ്ചിമേഷ്യയിലെ സംഘർഷവും യുദ്ധവും ലോക ശാക്തിക ചേരികളിലൊക്കെ തന്നെ മാറ്റം വരുത്തിയിരിക്കുകയാണ്. റഷ്യയും ചൈനയും തക്കം നോക്കിയിരിക്കുകയാണ്. അവരുടെ ആയുധങ്ങൾ വെച്ചാണ് ഇറാൻ ഈ തരത്തിലുള്ള ചെറുത്തുനിൽപ്പ് നടത്തിയത്. റഷ്യയിൽ നിന്ന് ഇൻ്റലിജൻസ് വിവരങ്ങൾ, ചൈനയിൽ നിന്ന് ആയുധങ്ങൾ, നാവിഗേഷനുള്ള ബയാഡ് എന്ന പുതിയ സംവിധാനം ലഭിച്ചു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ GPS സംവിധാനങ്ങളെ അട്ടിമറിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്ക് കൃത്യമായി മിസൈലുകളും ഡ്രോണുകളും അയക്കാൻ ഇറാന് കഴിഞ്ഞു. അമേരിക്ക വരണ്ടുപോയതും അതിൻ്റെ പുറത്താണ്. എന്തായാലും ഇറാന് സാമ്പത്തികമായി വലിയ തകർച്ചയുണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇറാന് അടിയന്തരമായിട്ട് ഫണ്ട് വേണം. അവരുടെ ഏതാണ്ട് 100 ബില്യൺ എന്ന് വെച്ചാൽ 10,000 കോടി ഡോളർ പല രാജ്യങ്ങളിലായി മരവിപ്പിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിൽ തന്നെ 2,400 കോടി ഡോളർ ഇപ്പോൾ വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ഏതാണ്ട് 600 കോടി ഡോളർ ഉടൻ തന്നെ കൊടുക്കാൻ ഖത്തർ തയ്യാറായി വന്നിട്ടുണ്ട്. ഖത്തറിൽ മരവിപ്പിച്ചിരിക്കുന്ന തുകയാണത്. ഖത്തറിലുള്ള വ്യാപാരത്തിലൊക്കെ ഈ ഇറാന് കൊടുക്കേണ്ടത് ഉപരോധം മൂലം കൊടുക്കാതിരുന്ന തുകയാണ് 600 കോടി ഡോളർ. കാരണം ഇറാനിൽ അമേരിക്ക ഇസ്രായേലും നടത്തിയ ആക്രമണത്തിലുള്ള വേണ്ടി പരിക്ക് പറ്റിയവർ, കൊല്ലപ്പെട്ടവർ, അവരുടെയൊക്കെ ഇതിനൊക്കെ വേണ്ടി വരുന്ന മരുന്നുകൾ, അവരുടെ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫണ്ട്, ഹ്യൂമാനിറ്ററി മനുഷ്യത്വപരമായ ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു 600 കോടിയുടെ ഡോളറിൻ്റെ ഫണ്ട് വേണം. അത് ഖത്തർ നൽകുമെന്നാണ് അറിയുന്നത്. പിന്നീട് മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കൂടി സഹായിക്കാൻ രംഗത്ത് വരും. ഇറാനെ മെരുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക അത് ഗൾഫ് രാജ്യങ്ങളുടെ തലയിൽ വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇത്രയും ഫണ്ട് കൊടുക്കുന്നതിനെതിരെ അമേരിക്കയിൽ വലിയ എതിർപ്പ് വന്നിരിക്കുന്നു. ഈ യുദ്ധം ചെയ്തിട്ട് ഇറാനെ എല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നു, അമേരിക്കൻ ജനതയ്ക്ക് എന്ത് കിട്ടി? ഞങ്ങൾക്ക് ഡോളറിൻ്റെ മൂല്യം കുറഞ്ഞു, അല്ലെങ്കിൽ എണ്ണവില കൂടി, നിത്യോപയോഗ വില കൂടി, പണപ്പെരുപ്പമുണ്ടായി, ട്രംപ് അമേരിക്കക്കാരെ ദുരിതത്തിലാക്കി എന്നുള്ള ആരോപണം വരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ട്രംപിൻ്റെ അവസ്ഥ അത്ര ഗുണകരമായ അവസ്ഥയല്ല. ലോകമെമ്പാട് നിന്ന് ഇറാനിൽ പോയി വീരജേതാവായി ഇസ്രായേലിനോടൊപ്പം ആഘോഷം നടത്താനിരുന്ന ട്രംപിന് തന്ത്രപരമായി അല്ലെങ്കിൽ നയതന്ത്രപരമായി ക്ഷീണം സംഭവിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയുടെ പിന്തുണ ഒരു കാലത്ത് വലിയ അവർ സംരക്ഷകരായിട്ടാണ് കണ്ടത്. അതിന് എണ്ണയും സംരക്ഷണത്തിനുള്ള വലിയ ഫീസൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇത് ഇങ്ങനെ വന്നാൽ ചൈനയെയും റഷ്യയെയും ഞങ്ങൾ ആശ്രയിക്കുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്ത്യയും വളരെ ഗൗരവത്തോടെയാണ് ഈ സംഭവവികാസങ്ങളെ കാണുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് എണ്ണയുടെ കാര്യത്തിലും പാചകവാതത്തിൻ്റെ കാര്യത്തിലും വരാൻ കാരണം ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമാണ്. ഇന്ത്യയുടെ വാണിജ്യ കപ്പലുകൾ, എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു, 3 നാവികരും ജീവനക്കാരും കൊല്ലപ്പെട്ടു. അതിൻ്റെ പേരിൽ അമേരിക്കയുമായിട്ട് സംഘർഷത്തിൽ ഇടപെടേണ്ടി വന്നു. അമേരിക്കൻ പ്രസിഡന്റിനോട് നേരിട്ട് അത് സംബന്ധിച്ചുള്ള അസ്വസ്ഥത ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പ്രകടിപ്പിക്കേണ്ടി വന്നു. ഇങ്ങനെ അതുപോലെ തന്നെ 3 ലക്ഷം ജീവനക്കാരാണ്, ഇന്ത്യൻ ജീവനക്കാരാണ് കപ്പലുകളിൽ ജീവനക്കാരായിട്ടുള്ളത്. അവരുടെയൊക്കെ സഞ്ചാരമൊക്കെ തടസ്സപ്പെടുന്ന അവസ്ഥയിലെത്തി. ഗൾഫിൽ നിന്ന് 10,000-കണക്കിന്, ഒരു പക്ഷേ ലക്ഷത്തിലേറെ ആൾക്കാരാണ് ജോലി നഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കേണ്ടത് ഇന്ത്യക്കാരുടെയും 40 ലക്ഷം വരുന്ന വിദേശ അല്ലെങ്കിൽ ഗൾഫിലെ മലയാളികളുടെയും ആവശ്യമാണ്. അപ്പം അതിനുവേണ്ടിയുള്ള നീക്കത്തിൽ ഇതെവിടെ എത്തും, അനിശ്ചിതാവസ്ഥ എങ്ങനെ എത്തും? കാരണം ഓരോ നേതാവിൻ്റെയും ഈഗോയും പ്രശ്നങ്ങളും എല്ലാം ഈ യുദ്ധത്തിൻ്റെ ഇടയിലുള്ള സമാധാന കരാറിനെ ബാധിക്കുന്നുവെന്ന അവസ്ഥയാണുള്ളത്. അതിനിടയിൽ ട്രംപ് വിവാദകരമായ പ്രസ്താവനകൾ നടത്തി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജി മെലോനിയെ പോലെയുള്ള സഖ്യകക്ഷികളായിട്ടിരിക്കുന്നവരെ മുഴുവൻ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ട്രംപിന് ഇനി തിരിച്ച് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുള്ള ഒരു നീക്കം നടത്താൻ കഴിയുമോ? അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിന് ഇനി വീണ്ടും റിപ്പബ്ലിക്കൻ പാർട്ടിയെ ഒരുമിച്ച് നിർത്തി നയിക്കാൻ കഴിയുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ വരികയാണ്. വൈസ് പ്രസിഡന്റ് JD വാൻസിന് പോലും ട്രംപിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട്
ട്രംപ് ആടി ഉലഞ്ഞു നിൽക്കുന്നു. പക്ഷേ ട്രംപ് ഏത് സമയത്തും ഏത് തരത്തിലുള്ള പ്രയോഗം നടത്താൻ കഴിവുള്ള ആളാണ്. അത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇറാൻ്റെ കാര്യത്തിൽ ചൈന ഇടപെടരുത്, ചൈന അക്ഷരം പ്രതി അനുസരിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ട്രംപിനെ കാണാതെ ഇഷ്ടംപോലെ ആയുധങ്ങളും അതുപോലെ തന്നെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തു ചൈന നേരിട്ട് ഏറ്റുമുട്ടുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഈ ചൈനയുടെയും റഷ്യയുടെയും സഹായം ഇറാന് ഈ സമയത്ത് 107 ദിവസം നീണ്ട യുദ്ധത്തിൽ വലിയ സഹായമായി എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉലഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അത് മെൻഡ് ചെയ്യാൻ ട്രംപ് എന്ത് ചെയ്യും എന്ന് നമുക്കറിയില്ല. ട്രംപ് ഇപ്പോൾ പറയുന്നത് അടുത്ത 60 ദിവസമുണ്ട് ഫൈനൽ സെറ്റിൽമെൻറ്റിന്, അതിനുള്ളിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ആക്രമിക്കും എന്ന ഭീഷണി ട്രംപ് ഈ മണിക്കൂറുകളിൽ വീണ്ടും ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധവും സമാധാനവും യുദ്ധവും എന്ന രീതിയിൽ വട്ടം കറങ്ങുകയാണ് അവിടുത്തെ പശ്ചിമേഷ്യയിലെ സംഭവവികാസങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.